കാറിലേക്ക് നമ്മൾ എത്തിച്ച വ്യക്തിയാണ്. താങ്കൾ ഒരു സിനിമ സംവിധാനം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒത്തിരി പ്രതീക്ഷ വെച്ചിരുന്നു ആളുകൾ. അല്ല, എന്ത് തരത്തിലുള്ള പ്രതീക്ഷയാണ്? അതാണ് എന്റെ ഒരു ചോദ്യം. ഞാൻ ചെയ്യുന്നത് ജയിലർ പോലൊരു സിനിമയല്ലല്ലോ. അപ്പം നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഞാനൊരു സിനിമ ചെയ്യണമെന്ന് എങ്ങും എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഒരു അവസ്ഥാവിശേഷമാണ് നിങ്ങളിലൂടെ നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. നിങ്ങളെന്ന് പറയുമ്പോൾ ആരൊക്കെയാണോ നമ്മൾ ആ മീഡിയത്തിൽ പിറന്ന ആളുകളല്ല. അപ്പൊ ആ മീഡിയത്തിൽ പിറന്ന ആളുകൾ ഒരുപക്ഷെ ഇത്തരത്തിലൊരു വ്യൂ പോയിന്റ് ഇല്ലാത്തവരായിരിക്കാം. നമ്മളെ മാത്രം നോക്കിയാൽ അവബോധം ഉണ്ടാകില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, ഈ സിനിമ ഒരു മെഗാ സീരിയലാണ് എന്നാരോ പറയുന്നതായിട്ട് എനിക്ക്. റിവ്യൂ ചെയ്യുന്ന കുറെ ഓൺലൈൻകാരെ മാത്രം കുറ്റപ്പെടും. ഈ സാറ്റലൈറ്റും എന്താണ് ചെയ്യുന്നത്? ഹംസ സാഹിബിന് ഇത്രയും അധപ്പതിച്ച ഒരു കൂട്ടം ആളുകളോടൊപ്പമാണ് അദ്ദേഹത്തിന്റെ മീഡിയ പ്രവർത്തനമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നതിൽ എനിക്ക് വളരെയധികം വേദനയുണ്ട്. ക്ഷമയോടുകൂടി കാണും. നമുക്ക് എന്തിനും ഒരു ക്ഷമ വേണ്ടേ? നിങ്ങൾ റൈറ്റ് വേർഡ് ഉപയോഗിച്ചു. കേരളത്തിൽ ഏറ്റവും അധികം അംഗീകാരം നേടിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്രാൻഡ്. ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്, ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് ഓഫറും. മൈജി ഫ്യൂച്ചർ ഇസ് സ്മാർട്ട്. നീതൂസ് അക്കാദമി, ഇന്ത്യസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി. നമസ്കാരം. പുതിയൊരു സിനിമ റിലീസ് ചെയ്തിരുന്നു. ആ സിനിമയുടെ പേര് ഒറ്റ. അതിന് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടി വിജയം കൈവരിച്ചു എന്ന് വേണം പറയാം. കാരണം കണ്ടവരെല്ലാം നല്ല അഭിപ്രായം പറയുന്നു. കാണാത്തവർ എന്താ പറയുന്നത് നമുക്ക് ആർക്കും അറിയില്ല. കാണാത്തവർ പലതും പറയും, പക്ഷെ കണ്ടവർ പറയുന്ന നല്ല അഭിപ്രായം കണ്ട് നിങ്ങൾ വീണ്ടും സിനിമാ തിയേറ്ററിലേക്ക് പോകണമെന്നൊരു അഭ്യർത്ഥനയോട് കൂടി എന്റെ ഗസ്റ്റ് ഇന്ന് റസൂൽ പൂക്കുട്ടി, കേരളത്തിന്റെ അഭിമാനം, കേരളത്തെ ലോകമെമ്പാടും അറിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ പൂക്കുട്ടി. നമസ്കാരം. താങ്ക് യു. ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഇരിക്കാൻ. നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അഭിമുഖമായിട്ട് ഇരുന്നിട്ടില്ല. അതെ, ഞാൻ ഇതിനു മുമ്പ് സൗണ്ട് മിക്സ് ചെയ്യുന്ന സ്ഥലത്ത് സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. പല സ്ഥലത്തും നമ്മൾ വെച്ച് കണ്ടിട്ടുണ്ട്, ചെന്നൈയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒന്നും ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. സിനിമ പുറത്തിറങ്ങി. വളരെ കണ്ടവരൊക്കെ, നിങ്ങൾ പറയുന്ന പോലെ കണ്ടവരൊക്കെ വലിയ അഭിപ്രായം പറയുന്നു, കാണാത്തവർ എന്തൊക്കെയോ പറയുന്നു. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാണാത്തവരൊന്നും അങ്ങനെ തന്നെയാണ്, കണ്ടവരുടെ അഭിപ്രായമാണ്. അതറിഞ്ഞാണ് ആളുകൾ, പ്രേക്ഷകർ തിയേറ്ററിലെത്തും. എന്തായാലും ഈ സിനിമ മലയാള സിനിമയ്ക്ക് ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. ഒരു കുടുംബ ബന്ധം പറയുന്ന സിനിമ. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അങ്ങനെയുള്ള സിനിമകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ ഇതിൽ വേറിട്ട് നിൽക്കുന്നുണ്ട്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ വേറിട്ട് ആസിഫ് അലിയുടെ കഥാപാത്രമായാലും, ആസിഫ് അലിയുടെ ഫാദറിന്റെ കഥാപാത്രം ചെയ്ത സത്യരാജന്റെ കഥാപാത്രമായി നമുക്ക് പല വീടുകളിലും പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളിൽ ഒരാളായി മാറുന്നു എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. അതെ, ഒരു പക്ഷേ അതായിരിക്കും ഈ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. കാണുന്ന പലരും കണ്ടിട്ടുണ്ട്, പറഞ്ഞു പല ജീവിതങ്ങളും ഞാൻ ഇതിൽ കണ്ടു എന്ന് പറഞ്ഞു. അതൊരു വലിയ ഒരു ഇതാണ്. പിന്നെ ഞാനൊരു സിനിമ, ഇത്തരത്തിലുള്ള സിനിമ ചെയ്യുമ്പോൾ നമ്മളൊരാളുടെ ജീവിതത്തിന് ആസ്പദമാക്കിയ ഒരു സിനിമയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ എന്തൊക്കെ അയാളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് അതിന് ബേസ് ചെയ്താണല്ലോ സിനിമയുടെ കഥനം പോവുക. അപ്പോൾ അയാൾ ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അയാൾ ചെയ്ത കാര്യങ്ങൾ തന്നെ ഞാൻ ചില കാര്യങ്ങൾ ഒഴിവാക്കി, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ, നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ സിനിമയിൽ ഇട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ആളുകൾ കാണണമെന്നും അത് കണ്ട് ഒരുപക്ഷെ അവരെ അഫക്റ്റ് ചെയ്യും. നമ്മളൊരു വർക്ക് ഓഫ് ആർട്ട് കണ്ടിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുവെങ്കിൽ നമ്മളതിൽ എന്തോ ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്തു എന്നല്ലേ എൻ്റെ അർത്ഥം. അതെ, നമുക്കിഷ്ടമുള്ള, അല്ലെങ്കിൽ നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നുകൂടാ എന്ന് പറയുന്ന ഒരു എലിമെൻറ്റ് അതിൽ വരുമ്പോഴാണ് നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ വരുന്നത്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുള്ളൂ. അങ്ങനെയല്ലേ എനിക്കൊരാളുടെ ജീവിതത്തോട് സത്യസന്ധത പുലർത്താൻ പറ്റും. തീർച്ചയായിട്ടും. ഞാൻ ചെയ്യുന്നത് ജയിലർ പോലൊരു സിനിമയല്ലല്ലോ. ഒരു സൂപ്പർ താരത്തെ ഒരു പരിവേഷം വെച്ചിട്ട് എനിക്ക് എന്തും ചെയ്യിക്കാവുന്ന സിനിമയല്ല ഞാൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തിട്ടുള്ളത്. ആ പരിമിതികൾ ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഏത് പൊസിഷനിൽ നിന്നാണ് ഒരു കലാകാരൻ അല്ലെങ്കിൽ സംവിധായകൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ഒരു സിനിമ ചെയ്യുന്നത് എന്ന പൊസിഷനിങ് പലർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, ചില റിയാക്ഷനുകളൊക്കെ കാണുമ്പോൾ. പക്ഷെ അത് ഡസൻറ്റ് മാറ്റർ. അല്ല, അങ്ങനെ ഒരു സംശയം വരാനുള്ള കാരണം പൊതുവെ സിനിമ, റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന വ്യക്തിയെ പേഴ്സണലായിട്ട് എനിക്കറിയാം, ലോകത്തുള്ള മലയാളികൾക്കറിയാം, ലോകത്തുള്ള സിനിമാ പ്രേമികൾക്കറിയാം. കാരണം നമ്മളെയൊക്കെ അഭിമാനമായി മാറിയ വ്യക്തിയാണ് താങ്കൾ, അല്ലേ? ഓസ്കാറിലേക്ക് നമ്മൾ എത്തിച്ച വ്യക്തിയാണ് താങ്കൾ. ഒരു സിനിമ സംവിധാനം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒത്തിരി പ്രതീക്ഷ വെച്ചിരുന്നു ആളുകൾ. അല്ല, എന്ത് തരത്തിലുള്ള പ്രതീക്ഷയാണ്? അതാണ് എൻ്റെ ഒരു ചോദ്യം. എനിക്കുള്ള ഡൗട്ട്. എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ എന്ത് തരത്തിലുള്ള പ്രതീക്ഷകളാണ് വെക്കുന്നത്? ഇപ്പം നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഞാനൊരു സിനിമ ചെയ്യണമെന്ന് എങ്ങും എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഒരിക്കലും നടക്കത്തുമില്ല. എനിക്ക് ഇഷ്ടമുള്ളൊരു സിനിമ ഞാൻ ചെയ്തു, എനിക്ക് തോന്നുന്ന ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു എന്നതിലപ്പുറം നിങ്ങളൊന്നും കാണണ്ട. നിങ്ങളുടെ പ്രതീക്ഷ എന്തായിരുന്നു? ഒരു ജെയിംസ് കാമറോൺ തരത്തിലുള്ള സിനിമയോ അതോ
നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അതൊന്ന് ഒരു കുറിപ്പായിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ഏതെങ്കിലും പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്തിട്ട് അത്തരത്തിലുള്ള സിനിമ ഒരുപക്ഷെ മലയാളികളുടെ പ്രതീക്ഷകൾക്ക് നിലനിൽക്കുന്ന തരത്തിലുള്ള സിനിമ ഒരുപക്ഷെ ചെയ്യാം. അപ്പോൾ ഈ സിനിമ മുഖാന്തരം ഞാൻ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒപ്പം എത്തിയില്ല എന്ന് പറയുന്നത് വളരെ ബാലിശമായ ഒരു നിരൂപണമാണത്. വളരെ ബാലിശമായ നിരൂപണം. കാരണം അത് ഞാൻ എടുത്ത സ്റ്റോറി എന്താണ്? ഇതൊരു പ്രതിഫലം. ഞാനൊരു കണ്ണാടി കാണിക്കുകയാണ് നിങ്ങളെ. ഈ അവസരത്തിൽ എൻ്റെ ഈ പോയിന്റ് ഓഫ് ടൈമിൽ ഞാനൊരു കണ്ണാടി എടുത്ത് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കണ്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ റിജക്റ്റ് മീ, ഐ ഹാവ് നോ പ്രോബ്ലം. കൃത്യമാണ് താങ്കൾ പറയുന്നത്. അവിടെ പ്രസക്തമായ 2 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉദിച്ചു വരുന്നു. റസൂൽ പൂക്കുട്ടി എന്ന ഓസ്കാർ ജേതാവിൻ്റെ ഒരു സിനിമ നമ്മൾ നാളുകൾക്ക് ശേഷമാണ് സംവിധാനത്തിലേക്ക് വരുന്നത്, അല്ലേ? ആ സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ നേരത്തെ ചോദിച്ചതിൽ തന്നെയാ പറഞ്ഞത്, താങ്കൾ ആദ്യം പറഞ്ഞു ജയിലർ പോലത്തെ ഒരു സിനിമയല്ല എൻ്റെ, അല്ലേ എന്ന് പറഞ്ഞു. എന്നാൽ ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമയാണ്. ചില ആളുകൾ പറയുന്നു ക്ഷമയോടുകൂടി ഇരുന്ന് കാണണം. ചില ആളുകൾ പറഞ്ഞ കമന്റുകളാട്ടെ ഞാൻ പറയാം, അത് കൃത്യമായിട്ട് നമുക്ക് ക്ലാരിറ്റി ചെയ്ത് പോകാൻ വേണ്ടി മാത്രമാണ് ഈ ചോദ്യം. ക്ഷമയോടുകൂടി കാണും. നമുക്ക് എന്തിനും ഒരു ക്ഷമ വേണ്ടേ? എന്റെ ചോദ്യം അതാണ്. അത്തരം പറഞ്ഞ ആളോട് എനിക്കൊരു എന്തിനും നമുക്കൊരു ക്ഷമ വേണ്ടേ? അതായത് നിങ്ങൾക്ക് എന്താണോ ഭാരതത്തിൻ്റെ കൾച്ചറൽ എത്തോസ് എന്താണോ എന്ന ഒരു ബേസിക് വിദ്യാഭ്യാസം നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. എന്താണ് നിങ്ങളെന്ന് പറയുമ്പോൾ എന്നെ ചൂണ്ടി പോലെ ഇനി ട്രോളർ വരുമ്പോൾ എന്നെ ചൂണ്ടും. ആരൊക്കെയാണോ ഇങ്ങനെയുള്ള ഒരു അഭിപ്രായം പറയുന്നത്, കാരണം നിങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കല മാറ്റണം എന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ എന്താണ് ഇന്ത്യയുടെ ക്ലാസിക്കൽ ആർട്ട്? ഇന്ത്യയുടെ ക്ലാസിക്കൽ ആർട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സമയം കൊടുക്കണം കലാസ്വാദനത്തിന്. കഥകളി എടുത്തോ, ഭരതനാട്യം എടുത്തോ, ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എടുത്തോ, നിങ്ങൾ എഫേർട്ട് എടുത്ത് അതിൽ എൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കി എങ്കിൽ ആസ്വാദനം വരുള്ളൂ. അപ്പോൾ അതില്ലാത്ത ഒരു ഇൻസ്റ്റാഗ്രാം ജനറേഷൻ, അതില്ലാത്ത ഒരു സോഷ്യൽ മീഡിയ ജനറേഷന് ക്ഷമയില്ലാതായി പോയത് കൊണ്ട് എൻ്റെ കുറ്റം കൊണ്ടല്ലല്ലോ. ഒരിക്കലും നിങ്ങളുടെ ഷോർട്ട് ഫോൾ ആണ് നിങ്ങൾ പറയുന്നത്. അതനുസരിച്ച് ഞാൻ മാറണമെന്ന് നിങ്ങൾ ശഠിക്കുന്നുവെങ്കിൽ അതൊരു കലാകാരനോട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും മോശമായ ഒരു നിരൂപണമാണ്, മോശമായ ഒരു അവസ്ഥാവിശേഷമാണ് നിങ്ങളിലൂടെ നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. അതെ, ഇത് ഞാനത് കമന്റുകൾ വായിച്ചപ്പോഴും ഒരാള് പറയുന്ന റിവ്യൂ പറയുന്നപ്പോഴാണ് ഈ ക്ഷമയുടെ കാര്യം. ക്ഷമയുണ്ടെങ്കിൽ കാണാം. എന്റെ ചോദ്യം അത് തന്നെ, ക്ഷമയില്ലാതെ മനുഷ്യബന്ധങ്ങളെ പറ്റിയുള്ള സിനിമ. തീർച്ചയായിട്ടും ഞാൻ കണ്ട സിനിമ എനിക്ക് അങ്ങനെയാണ്. മനുഷ്യബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണിത്. ആ സിനിമ കാണാനാണ് പ്രേക്ഷകർ വരേണ്ടത്. അത്തരം സിനിമകൾ കാണുമ്പോഴാണ് നമുക്ക് ഇതായിരുന്നു സിനിമയെന്ന് വിലയിരുത്താൻ കഴിയുന്നുള്ളൂ. അത്തരമൊരു സിനിമയാണെന്നുള്ള ആദ്യം തന്നെ തുടക്കത്തിൽ പറയാനുള്ള കാരണം അത് തന്നെയാണ്. ഒരു അച്ഛൻ മകൻ ബന്ധം, അല്ലെങ്കിൽ ഒരു അമ്മ മകൻ ബന്ധം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കളുള്ള ബന്ധം, ആ ബന്ധങ്ങളെല്ലാം നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നതാണ്. അത് വേറെ രീതിക്ക് നമ്മൾ മേക്ക് ചെയ്യുന്നു, സിനിമാറ്റിക് ആയിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്നത് മാത്രമാണ്. നിങ്ങൾ റൈറ്റ് വേർഡ് ഉപയോഗിച്ചു, സിനിമാറ്റിക്. യെസ്, ദർ ഇസ് സംതിങ് കോൾഡ് ലിറ്ററൽ, ദർ ഇസ് സംതിങ് കോൾഡ് സിനിമാറ്റിക്. അപ്പം ഇതൊരു സിനിമ എക്സ്പീരിയൻസ് അല്ല എന്ന് ഒരു കമന്റ് ഞാൻ കേട്ടു. അല്ല, ഈ സിനിമ എക്സ്പീരിയൻസ് അല്ല നിങ്ങൾ പറയുന്ന ആരാണ് നിങ്ങൾ പറയുന്നത്? പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, എന്താണ് സിനിമാറ്റിക്? സിനിമയിൽ മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടില്ലെങ്കിൽ ഐ ഹാവ് ടു സേ ദാറ്റ് യുവർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഓർ യുവർ എക്സ്പീരിയൻസ് ഈസ് ഫാർ ബിലോ വാട്ട് ഈസ് എക്സ്പെക്ടഡ് ടു ബി. അതെനിക്ക് പറയാൻ പറ്റും. അത് തന്നെയാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചതും. എന്തായാലും കുറെ നാളുകളായിട്ടുള്ള പരിശ്രമമായിരുന്നു ഈ സിനിമയിൽ. ഞാൻ സിനിമയിലേക്ക് വീണ്ടും വരികയാണ്. കുറെ നാളുകളായിട്ട് പരിശ്രമമാണ്. പ്രധാനപ്പെട്ട ആക്ടേഴ്സ് എല്ലാവരും ഉണ്ട് അതിനകത്ത്. നമ്മൾ കാണുമ്പോൾ എല്ലാ ആക്ടേഴ്സും ഉണ്ട്. തമിഴ്നാടും തെലുങ്കിനാണും എല്ലാ ആക്ടേഴ്സിനും വെച്ച് ഒരു പാൻ ഇന്ത്യൻ ചിത്രം, ഒരു മോഡൽ എന്ന നിലയിലേക്ക് ഞാൻ പറഞ്ഞാൽ തെറ്റുമോ? പാൻ ഇന്ത്യ എന്ന വാക്ക് തന്നെ തെറ്റാണ്. കാര്യം നമ്മൾ ഇന്ന് പാൻ ഇന്ത്യ എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന സിനിമ എന്ന് പറയുന്നത്, ഇപ്പം പുഷ്പ ഒരു ഉദാഹരണമായിട്ട് എടുക്കണം. അപ്പോൾ കോവിഡിന് ശേഷം ഇന്ത്യൻ സിനിമയെ പിടിച്ചു നിർത്തിയ ഒരു സിനിമയാണ് പുഷ്പ. ഞാനതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു റീജിയണൽ ലാംഗ്വേജിൽ ഉണ്ടാക്കിയ ഒരു സിനിമ എന്തോ ഒരു കാരണം കൊണ്ട് നാഷണൽ അറ്റൻഷൻ വന്നപ്പോൾ അത് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തി ഒരുമിച്ച് റിലീസ് ചെയ്തു. ഇതിനെയാണ് പാൻ ഇന്ത്യ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഇന്ത്യ എന്ന് പറയുന്നത് വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ ഭക്ഷണ രീതികൾ, വിവിധ വേഷവിധാനങ്ങൾ എല്ലാം ചേർന്ന സംഭവമാണ്. ഇവർ നടത്തിയ ജീവിതയാത്ര തുടങ്ങുന്നത് പാലക്കാടും അവസാനിക്കുന്നത് ചെന്നൈയിൽ, എത്തിച്ചേരുന്നത് ചെന്നൈയും, അവിടുന്ന് പിന്നെ അയാളുടെ ജീവിതം നടത്തിയത് ബോംബെയിലുമാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിലൂടെ ഒരു യാത്രയുണ്ട്, ഭാഷയുടെ ഒരു യാത്രയുണ്ട്, ആ ലാൻഡ്സ്കേപ്പിൻ്റെ ശബ്ദങ്ങളുടെ ഒരു യാത്രയുണ്ട്. ഇപ്പോൾ പാട്ടുകൾ, ഇപ്പം മലയാള സിനിമയിൽ എന്തിനൊരു തമിഴ് പാട്ട് കൊണ്ടുവന്നു എന്നൊരാളിനോട് ചോദിക്കേണ്ടേ, എന്തുകൊണ്ടായിക്കൂടാ?
പാലക്കാട് തൊട്ടടുത്താണ് തമിഴ്നാട്. അതെ അതെ. ഞാൻ ജനിച്ചു വളർന്ന അഞ്ചൽ വിളക്കുപാറയ്ക്ക് തൊട്ടടുത്ത്, കുളത്തൂപ്പുഴയ്ക്ക് തൊട്ടടുത്ത് ഇതാണ് തെന്മല. അപ്പം ഞങ്ങളുടെ ഭൂപ്രദേശങ്ങൾ ഒരുപാട് ബന്ധം. നമ്മൾ എന്തുകൊണ്ട് കൾച്ചറൽ എക്സ്ചേഞ്ച് ആയിക്കൂടാ? ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇവർ യാത്ര നടത്തി ഇസക്കിയമ്മൻ കോവിൽ എത്തുമ്പോൾ അവിടെ കേൾക്കുന്ന പാട്ടുകളും ശബ്ദങ്ങളും ഇസക്കിയമ്മൻ കോവിലിൻ്റെ ആഘോഷങ്ങളും അവിടെ നിന്ന് തുടങ്ങുന്ന യാത്രയും വില്ലടിച്ചം പാട്ടൊക്കെ ഞാൻ കേട്ട് വളർന്നതാണ്. പരലെന്ന പാട്ടിൻ്റെ തുടക്കത്തിൽ കേൾക്കുന്ന വില്ലടിച്ചം പാട്ട് ഞാൻ കേട്ട് വളർന്നതാണ്. ഞാൻ അമ്പലങ്ങളിൽ പോയി ഉത്സവത്തിന് പോയിരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് സിനിമ ഒരു കമ്മ്യൂണിറ്റി എക്സസൈസാണ്, കമ്മ്യൂണിറ്റി റീഡിംഗ് ആണ്. നമ്മളുടെ ഭാരതത്തിൽ, നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ കേരളത്തിലെ മൊത്തത്തിലുള്ള സംസ്കാരം തന്നെ ഒരു കമ്മ്യൂണിറ്റി വ്യൂയിങ്ങിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. അതിനെയൊക്കെ പ്രതിഫലിക്കാനാണ് ഓരോ നമ്മൾ സീനുകൾ എഴുതുമ്പോൾ, അതിലൂടെ കഥാപാത്രങ്ങൾ സഞ്ചരിപ്പിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷനാണ് നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നത്. ഇന്ന് അതെല്ലാം മറന്നുപോയി. നിങ്ങളൊരു ഡിവൈസിലിരുന്ന് ലോകത്തിന് എവിടെ ഇരുന്നാലും എവിടേക്കോ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നു. അതൊക്കെയാണ് ജീവിതം. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു ജനറേഷനിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഏറ്റവും കൂടുതൽ. ഇപ്പം ഞാൻ ഒരു ഡിജിറ്റൽ യുഗത്തിനെ പുറത്തുനിന്ന് നോക്കുന്ന ആളാണ്. എന്നാൽ എൻ്റെ മക്കൾ, അതേ പ്രായമുള്ള ആളുകൾ, അവർ ഈ ഡിജിറ്റൽ യുഗത്തിൽ പിറന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ അവരെ സംബന്ധിച്ചോളം ഐ ആം എ ഡിജിറ്റൽ ഇമിഗ്രൻ്റ്. അവർ നമ്മളെ ഉറ്റുനോക്കി കാണുന്നതാണ്. അപ്പോൾ ഇന്നത്തെ തലമുറ നമ്മളെ ഉറ്റുനോക്കുന്നത്, നമ്മളെല്ലാം ഇമിഗ്രൻ്റ് ആയിട്ടാണ് ഉറ്റുനോക്കുന്നത്. കാരണം നമ്മൾ ആ മീഡിയത്തിൽ പിറന്ന ആളുകളല്ല. അപ്പോൾ ആ മീഡിയത്തിൽ പിറന്ന ആളുകൾ ഒരുപക്ഷെ ഇത്തരത്തിലൊരു വ്യൂ പോയിൻ്റ് ഇല്ലാത്തവരായിരിക്കാം. പക്ഷേ എന്താണ് പഠനം, എന്താണ് അറിവ്, എന്താണ് അവബോധം? നമ്മളെ മാത്രം നോക്കിയാൽ അവബോധം ഉണ്ടാകില്ലല്ലോ. നമ്മൾക്ക് നമ്മുടെ ചുറ്റുവട്ടം നോക്കണം, നമ്മുടെ സമൂഹം നോക്കണം, നമ്മൾ ആരാണ്. പുസ്തകങ്ങളിൽ ഒതുക്കി നിൽക്കുന്നതാണോ വിദ്യാഭ്യാസം? സ്കൂളുകൾ ഒതുങ്ങി നിൽക്കുന്നതാണോ വിദ്യാഭ്യാസം? നമ്മളാക്കുന്നത് ആദ്യം നമ്മുടെ അയൽക്കാരും, പിന്നെ അതിനപ്പുറം നിൽക്കുന്ന ആളുകളും, പിന്നെ നമ്മുടെ ദേശവും, പിന്നെ നമ്മുടെ ദേശത്ത് നമ്മൾ പുറത്തു പോകണമെങ്കിൽ അതിൽ അധിവസിക്കുന്ന ആളുകളാണ് നമ്മളാക്കി മാറ്റുന്നത്. അങ്ങനെ വ്യൂ പോയിൻ്റ് ഇല്ലാത്തൊരു ജനറേഷനാണ് ഇന്ന് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഒരുപക്ഷെ നമ്മൾ ഒറ്റ പോലൊരു സിനിമയിൽ എന്താണ് ആ സിനിമാറ്റിക് ആയിട്ടുള്ളത് എന്താണെന്ന് കാണാൻ കഴിയാതെ പോകുന്നൊരവസ്ഥ. ഇത്തരം ആൾക്കാരാണ് ഒറ്റ പോലത്തെ സിനിമ ഒറ്റപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മളൊക്കെ, അല്ലെ? ഇപ്പം ഈ സിനിമയ്ക്ക് മനഃപൂർവ്വം ഡീഗ്രേഡ് നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുമോ? ഐ എം നോട്ട് ദെയർ ടു കമൻറ്റ്. ഒരു കാര്യം ഞാൻ പറയാം. പിന്നെ ഈ സിനിമ ഒരു മെഗാ സീരിയലാണ് എന്നാരോ പറയുന്നതായിട്ട് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഞാൻ കേട്ടിരുന്നത്. ഞാൻ എന്താണ് അവരോട് പറയുക? ഈ പാവപ്പെട്ട ഹരി എന്ന് പറയുന്ന ആൾ, അയാളുടെ ജീവിതം മെഗാ സീരിയൽ അല്ല. ആയിരുന്നെങ്കിൽ അയാൾ ചെന്നൈയിൽ പോയിട്ട് ഏതെങ്കിലും പബ്ബിലോ ക്ലബ്ബിലോ പോയി കളിച്ചിരുന്നെങ്കിൽ എനിക്കൊരു ഐറ്റം സോങ് ഇടാമായിരുന്നു. അയാളുടെ ജീവിതത്തിൽ നേരിട്ട രണ്ടുപേരെ കുത്തിക്കൊന്നിരുന്നെങ്കിൽ എനിക്കൊരു ഫൈറ്റ് ഇടാമായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ഒരു ശുദ്ധനായ ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് ഞാൻ പറയുന്നത്. എൻ്റെ സിനിമയിൽ ഹീറോയിസം ഇല്ല. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ഹീറോയിസം ഉള്ളത്? അപ്പോൾ അതൊക്കെയാണ് സിനിമാറ്റിക്, അതൊക്കെയാണ് സിനിമ എക്സ്പീരിയൻസ് എന്ന് അല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ സീരിയൽ കാണുന്ന ആളുകളെല്ലാം മോശക്കാരാണോ? നമ്മൾ പണ്ട്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രസിദ്ധീകരണങ്ങളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതാണല്ലോ വായനയുടെ ആദ്യത്തെ തുടക്കം. പ്രസിദ്ധീകരണങ്ങൾ കൊണ്ടുവന്ന വായനാശീലം ഇവിടുത്തെ ഏറ്റവും വലിയ ലിറ്റററി മൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം ഒരു വിഭാഗം ജനങ്ങളെ അവർ താഴേക്കടയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആസ്വാദന നിലവാരം താഴെ നിൽക്കുന്നു എന്ന് കരുതി അപമാനിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഒരു മലയാളിയുടെ അവബോധം. ഹംസ സാഹിബിന് ഇത്രയും അധപ്പതിച്ച ഒരു ഒരു കൂട്ടം ആളുകളോടൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ മീഡിയ പ്രവർത്തനം എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നതിൽ എനിക്ക് വളരെയധികം വേദനയുണ്ട്. ഈ പറയുന്ന പോയിന്റിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്ന കുറെ ഓൺലൈൻകാരെ മാത്രം കുറ്റപ്പെടും. ഈ സാറ്റലൈറ്റും എന്താണ് ചെയ്യുന്നത്? അല്ല, എനിക്ക് വേണമെങ്കിൽ ഒരു സ്ട്രൈക്ക് അടിക്കാം അവർക്ക്. കാര്യം എൻ്റെ സിനിമയുടെ പോസ്റ്റർ പിന്നിൽ വെച്ചിട്ടാണ് അവരിത് പറഞ്ഞിട്ടുള്ളത്. പുതിയ ജഡ്ജ്മെന്റ് പ്രകാരം ഹൈക്കോടതി എനിക്ക് വേണമെങ്കിൽ സ്ട്രൈക്ക് അടിക്കാം. പക്ഷെ ഞാൻ അത് ചെയ്യുകയാണെങ്കിൽ അവരുടെ നിലവാരത്തിലേക്ക് ഞാനും താഴ്ന്നു പോകുന്നില്ലേ? ആ മൂല്യമല്ല എൻ്റെ സിനിമ പറയുന്ന മൂല്യം. ആ മൂല്യമല്ല ഒറ്റ എന്ന സിനിമ ഉയർത്തിപ്പിടിക്കുന്നത്. അത് ഈ കാണുന്ന പ്രേക്ഷകർ തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ സിനിമയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എടുത്തുകൊണ്ടു പോകാൻ കഴിയുമെന്ന് എനിക്ക് പറയാൻ പറ്റും.
അതാണ് ഞാൻ പറഞ്ഞ തുടക്കത്തിൽ, ഞാൻ കണ്ടു കഴിയുമ്പോൾ എന്നിൽ ഒരാളാണോ അല്ലെങ്കിൽ എന്റെ തൊട്ട അയൽവാസിയാണോ എന്ന് തോന്നുന്ന ഒരു സിനിമയാണ് എന്ന് പറയാനുള്ള കാരണമാണ് ഈ പറഞ്ഞത് വെച്ചെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പം റിവ്യൂവേഴ്സിനെതിരെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിവ്യൂവേഴ്സിനെതിരെ, യൂട്യൂബ് റിവ്യൂവേഴ്സിനെതിരെ വലിയ പ്രശ്നങ്ങൾ നിർമ്മാതാക്കളുടെ സംഘടന ഉൾപ്പെടെയുള്ളവർ എല്ലാവരും 1-ാം തീയതി യോഗം ചേർന്നു. അവിടെ തന്നെ ഈ താങ്കളുടെ ഒരു സിനിമയിലേക്ക് സാറ്റലൈറ്റ് ചാനലിൽ നിന്നും അത്രമാത്രം വിമർശനം ഉണ്ടായെങ്കിൽ താങ്കൾക്കൊരു പരാതിയായിട്ട് മുന്നോട്ട് പോകണ്ടേ? ഇതൊരു പരാതിപ്പെടണ്ടേ? എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ, പരാതിപ്പെടണ്ടേ? ഞാൻ കേരളത്തിൽ താമസിക്കുന്ന ആളല്ല, ഒരിക്കലും അല്ല. പക്ഷെ സിനിമ നമ്മുടെ കേരളത്തിൽ എന്റെ ഡൈനാമിക്സും അതിന്റെ ഒരു പോളിമിക്സും പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ആളാണ്. ഇത് ഈ ഒരു പിന്നെ ഇങ്ങനെ ഒരു വളരെ അരക്ഷിതാവസ്ഥ ഉള്ള ഒരു കേരളത്തിൽ എനിക്കൊരു പിന്നെ കടിച്ചു കീറപ്പെടുന്ന ഒരു ഇമേജായിട്ട് എനിക്ക് മാറാൻ യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിവരവും ബുദ്ധിയും വെച്ച് ഒരു അഭിപ്രായം പറഞ്ഞു. ഇപ്പം എല്ലാവർക്കും യൂണിഫോമായ ഒരു അഭിപ്രായം പറയണമെന്നില്ലല്ലോ. സുഭാഷ് കെ ജാ എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമയിലെ സിനിമാ നിരൂപണ രംഗത്തെ ഏറ്റവും അഗ്രഗണ്യനായ ഒരാൾ കണ്ടിട്ട് പറഞ്ഞു, റസൂൽസ് ഫിലിം ഈസ് എ മോണുമെൻ്റൽ അച്ചീവ്മെൻ്റ് എന്നാണ് പറഞ്ഞു. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു സന്തോഷവും, ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പരിതാപവും. ഞാൻ തട്ടിച്ച് നോക്കി, ഇതാണ് ജീവിതം എന്ന് കരുതി മുന്നോട്ട് പോവുക. ഒറ്റ സിനിമയും പറയുന്നത് അതാണല്ലോ. അതെ അതെ അതെ, പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയാണല്ലോ. മുന്നോട്ട് പോവുക, അല്ലാതെ ഇതിൽ പെട്ട് കുറച്ച് ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി അമ്മാതിരി ഒരു വിവാദം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ല, താങ്കളുടെ അതല്ല ഞാൻ മുന്നോട്ട് വെക്കുന്ന മൂല്യം. അതുകൊണ്ട് പീപ്പിൾ ക്യാൻ ബാർക്ക്. ഒരു സൗണ്ട് മിക്സർ അല്ലേ, സൗണ്ടുമായി ബന്ധപ്പെട്ടാണ് താങ്കളുടെ യാത്ര തുടങ്ങുന്നത്. അതൊരു സിനിമാ സംവിധാനത്തിലേക്ക് എത്തുന്നു. എത്ര നാളത്തെ ഒരു ആഗ്രഹവും എത്ര നാളത്തെ ഒരു യാത്രയുമായിരുന്നത്? ഒരു സിനിമാക്കാരനാകാനായിട്ടാണ് നമ്മൾ പൂന ഫിലിം ഷൂട്ടിൽ എത്തിപ്പെടുന്നത്. പിന്നെ പൂന ഫിലിം ഷൂട്ടിലേക്ക് കയറാനുള്ള എളുപ്പ വഴിയാണ് സൗണ്ട്. കാരണം ഞാനൊരു ഫിസിക്സ് ഗ്രാജുവേറ്റ് ആയിരുന്നു. എനിക്ക് ഫിസിക്സ് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഒരു ഫിസിസിസ്റ്റ് ആകണമെന്നായിരുന്നു ആഗ്രഹം. സൂപ്പർ കണ്ടക്റ്റീവ് എലിമെൻറ്റ് ഞാൻ ഇൻവെൻറ്റ് ചെയ്യും, അപ്പോഴി ഇന്ത്യക്ക് ഒരു നോബൽ സമ്മാനം വാങ്ങണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതൊക്കെ പിന്നെ എന്താ പറയുക, മനുഷ്യൻ നിശ്ചയിച്ചതും ദൈവം കൽപ്പിച്ചതും രണ്ടും രണ്ടായി മാറി അതൊരു ഓസ്കാറിൽ എത്തിപ്പെട്ടു. നോട്ട് എ മീൻ ഫീറ്റ്. ഞാൻ സന്തുഷ്ടനാണ്. എൻ്റെ ഒരു ജീവിതയാത്രയിൽ ഇതുവരെ എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ വളരെയധികം സന്തോഷനാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ഉള്ളിൽ എപ്പോഴും ആ ഒരു സിനിമാക്കാരൻ കിടപ്പുണ്ട്, ഒരു ഫിലിം മേക്കർ എന്ന സംഭവം. അപ്പോൾ ഞാൻ സിനിമ പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനടി ഞാനൊരു സിനിമ ഉണ്ടാക്കാനായിട്ട് പുറപ്പെട്ടു. എനിക്ക് ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന സിനിമ വളരെയധികം പുസ്തകം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ 2000 മമ്മൂക്കയെ അപ്രോച്ച് ചെയ്തു. മമ്മൂക്ക ചെയ്യാമെന്നേറ്റു. പിന്നെ അപ്പോൾ എൻ്റെ ഉമ്മ മരിച്ചു, ബാപ്പ മരിച്ചു, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളായിട്ട് ഞാൻ എൻ്റെ കരിയറിൽ എനിക്ക് അസുഖം വരികയുണ്ടായി. അങ്ങനെ എൻ്റെ കരിയറും എൻ്റെ ജീവിതമൊക്കെ വളരെ വ്യത്യസ്ത വഴികളിലൂടെ യാത്രയായി. പിന്നീട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ബ്ലാക്ക് സിനിമ സംഭവിച്ചു. അത് പിന്നെ എനിക്ക് എൻ്റെ കരിയറിൽ ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടായില്ല. അങ്ങനെ അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യൻ സിനിമയിൽ കേൾക്കാത്തൊരു ശബ്ദം ഉണ്ടാക്കുകയായിരുന്നു. അതെ അതെ, ഒരു ക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 2% സിനിമകൾ പോലും സിങ് സൗണ്ട് ചെയ്യാതിരുന്ന സമയത്ത് ആ ഒരു സാങ്കേതിക വിഭാഗത്തെ ഡെവലപ്പ് ചെയ്ത് ഇന്നൊരു 45-50% ഇന്ത്യൻ സിനിമകൾ സിങ് സൗണ്ട് ചെയ്യുന്നു. ഒറ്റയും ഒരു സിങ് സൗണ്ട് സിനിമയാണ്. മലയാളത്തിൽ ഒരുപാട് പേര് ഇപ്പോൾ സിങ് സൗണ്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന് കുറേയധികം യുവാക്കൾ ഈ ക്രാഫ്റ്റ് പഠിക്കാനായിട്ട് വന്നു. അക്കാഡമിക്സ് ഉണ്ടായി. കുറേയധികം പഠിച്ച കുട്ടികൾ സിനിമയിലേക്ക് വരികയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തെ നമ്മുടെ മലയാള സിനിമ തിരിഞ്ഞു നോക്കിയാൽ, എന്തിനധികം ഇന്ത്യൻ സിനിമ തിരിഞ്ഞു നോക്കിയാൽ ഒരു ഇന്ത്യൻ സിനിമയുടെ ഗോൾഡൻ പീരീഡ് അല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ മലയാള സിനിമകൾ തട്ടുപൊളിപ്പൻ സിനിമകൾ നമ്മൾ പറഞ്ഞിരുന്നത്, കോമഡി സിനിമകളും തട്ടുപൊളിപ്പൻ സിനിമകളും എന്നാണ് പറഞ്ഞിരുന്നത്. നമുക്കൊന്നും അവകാശപ്പെടാനാത്തൊരു തരം സിനിമകളായിരുന്നു ആ സമയത്ത്. 80s മലയാളം സിനിമയും 90കളിലും 2000 മലയാളം സിനിമയിൽ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെയധികം നമ്മൾ ഒരു ഇൻ്റർനാഷണൽ റെപ്രസെൻറ്റേഷൻ ഏറ്റവും കുറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. ഇന്നോ അത് മാറിയില്ലേ? അതായത് ഇന്ന് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്നത് മലയാള സിനിമകളെയാണ്. എന്താണോ ഒരു ഇറാനിയൻ സിനിമയുടെ സ്റ്റാറ്റസ് ഒരു ഗ്ലോബൽ ഫിലിം പ്ലാറ്റ്ഫോമിൽ അതുപോലൊരു സ്റ്റാറ്റസ് ഇന്ന് മലയാളം സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അതിന് കാരണം ഇവിടുത്തെ യുവാക്കളാണ്, പുതിയ ജനറേഷനാണ്. അവർ കൊണ്ടുവന്ന പുതിയൊരു കഥനമാണ് കാരണം. അതിനെല്ലാം ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് കാരണമായിട്ടുണ്ട്. അതിനെല്ലാം ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. 2009 എനിക്കും റഹ്മാനും കിട്ടിയ, സംഭവങ്ങളിന് കിട്ടിയ ഒരു ഗ്ലോബൽ അപ്രിസിയേഷനും ഞങ്ങൾക്ക് കിട്ടിയ ഓസ്കർ അതിന് കാരണമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അത്രയധികം അക്കാഡമിക്സ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അതെ 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 അതെ, ഒത്തിരി കൂടിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിന്റെ മ്യൂസിക്കിന്റെ കാര്യത്തിൽ നമ്മൾ വേറിട്ടേക്കുന്ന മ്യൂസിക്കാണ്. താങ്കൾ ഒരു ഇടപെടൽ ഉണ്ടാവുമല്ലോ ഒരു സിംഗ് സൗണ്ട് ചെയ്യുന്ന സമയങ്ങളിൽ
താങ്കൾ എടുക്കുന്ന ഈ സിനിമയ്ക്ക് എടുക്കുന്ന ഒരു എഫേർട്ട് ഭയങ്കരമായിരിക്കും. ഡയറക്ഷൻ ഉണ്ട്, സൗണ്ട് നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കണം എന്നുള്ള കാര്യത്തിൽ അത് എത്രമാത്രം താങ്കൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു? അതായത് ഞാൻ നോക്കിയത് ഇപ്പം നമ്മുടെ സിനിമ ഈ സിനിമയിലെ പാട്ടുകൾ പല ഗാനാഗാംഗം പല സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും ചാർട്ട് നമ്പർ 1 ചാർട്ട് ബസ്റ്റേഴ്സ് ആയിട്ടുണ്ട്. 3 പാട്ട് നമ്പർ 1 സ്റ്റാറ്റസിൽ എത്തിയിട്ടുണ്ട്. ഞാൻ നോക്കിയത് കഴിഞ്ഞ 10 വർഷത്തെ മലയാള സിനിമയിലെ പാട്ടുകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് ഓർമ്മ വയ്ക്കാൻ പറ്റുന്ന എണ്ണുകൾ വളരെ ചുരുക്കമാണ്. കാരണം എന്താണ് നമ്മുടെ സംഗീതം? ഇന്ത്യയിലെ ജനങ്ങൾ പൊതുവെ ഒരു സംഗീതത്തെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോപ്പ്, അങ്ങനെ പല റോക്ക്, അങ്ങനെ പല കാറ്റഗറിയിൽ സംഗീതജ്ഞരുണ്ട്, പോപ്പ് സ്റ്റാർസ് ഉണ്ട്. അവിടെ ഇന്ത്യയിൽ പോപ്പ് സ്റ്റാർസ് ഇല്ല. ഇന്ത്യയിൽ സംഗീതജ്ഞന്മാർ സ്റ്റാറുകളല്ല. അപ്പോൾ ഇന്ത്യയിൽ സംഗീതം വരുന്നത് ഇന്ത്യയുടെ സിനിമ വഴിയാണ്. അപ്പോൾ അവിടെ ഷാറുഖ് ഖാൻ സ്റ്റാറാണ്, അല്ലെങ്കിൽ അമീർ ഖാൻ സ്റ്റാറാണ്, മമ്മൂക്ക സ്റ്റാറാണ്, മോഹൻലാൽ സ്റ്റാർ. നമ്മൾ പിന്നെ പാട്ടുകൾ അറിയപ്പെടുന്ന പോലും മമ്മൂട്ടി ഹിറ്റ്സ് അല്ലെങ്കിൽ ഷാറുഖ് ഖാൻ ഹിറ്റ്സ് എന്ന പേരിലാണ്. ഒരിക്കലും സംഗീതജ്ഞൻ്റെ പേരിലല്ല അറിയാം. അത് കുറച്ച് മാറ്റങ്ങൾ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ സംഗീതം അത് 80% ഓഫ് മ്യൂസിക് ഈസ് കൺസ്യൂംഡ്, ദ കൺസ്യൂമേഴ്സ് ഓഫ് ദ മ്യൂസിക് ഈസ് കമ്മിങ് ഫ്രം ഇന്ത്യൻ സിനിമ. അപ്പം എന്തുകൊണ്ട് നമ്മുടെ പാട്ടുകൾ ഓർമ്മിക്കപ്പെടാതെ പോകുന്നു എന്നതിന് കാരണം നമ്മുടെ സിനിമാ പാട്ടുകളിൽ നിന്ന് കവിത്വം പോയി എന്നുള്ളതുകൊണ്ടാണ്. കവിതയില്ല, പൊയം ഇല്ല, പൊയട്രി ഇല്ല സിനിമയിൽ. അത് തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരണം എന്ന ഒരു വളരെ കാർക്കശ്യമായ ഒരു തീരുമാനം ഒറ്റയുടെ ഗാനങ്ങൾ ചെയ്യുമ്പോൾ എനിക്കുണ്ടായിരുന്നു. അത് ഞാനും എം ജയചന്ദ്രനും റഫീഖ് ജിയും ഇരുന്ന് നിശ്ചയമാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഇതേ റൂമിലിരുന്നാണ് ഒറ്റയ്ക്കൊരു മൊത്തം എന്ന പാട്ട് നമ്മൾ കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും അതിൽ കവിത്വം വേണം, കവിത വേണം. അതായത് ഞാൻ പാട്ട് തുടങ്ങുന്നത് ഞങ്ങളുടെ പാട്ടിന് ഇപ്പം പെയ്നീർ പോലെ എന്ന പാട്ടിൻ്റെ ആരംഭം ഞാൻ പറഞ്ഞത് റഫീഖ് ജി ഞാനൊരു ട്യൂൺ തന്നിട്ട് ആണ് നിങ്ങൾ വരികൾ എഴുതുക. അത് സാധാരണ, അത് എളുപ്പമാണ്, എനിക്കത് വേണ്ട. നിങ്ങളൊരു കവിത എഴുതൂ, വീടിൻ്റെ ബന്ധങ്ങൾ അവരെപ്പറ്റി നിങ്ങളൊരു കവിത എഴുതൂ, ആ കവിത ഞാൻ പാട്ടാക്കാം. അപ്പോൾ അദ്ദേഹം അത് കവിത എഴുതിക്കൊണ്ടുവന്നു. ആ കവിതയിൽ ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തി. പിന്നെ ആ കവിതയ്ക്ക് ഞങ്ങൾ ട്യൂൺ ഇട്ടു. നേരെ തിരിച്ച പ്രോസസ്സ് ഞങ്ങൾ ചെയ്ത് ആ കവിതയ്ക്ക് ഞങ്ങൾ ട്യൂൺ ഇട്ടിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു, ഇത് നമുക്ക് മീറ്ററിൽ ഇരിക്കുന്നില്ല, ഇതൊന്ന് മാറ്റി എഴുതാം, ഒന്ന് മാറ്റണം, വാക്കുകൾ മാറ്റണം, വരികൾ മാറ്റണം. അങ്ങനെ മാറ്റിയാണ് ഞങ്ങൾ പെയ്നീർ പോലെ എത്തിയത്. പെയ്നീർ പോലെ പാടിയത് പി ജയചന്ദ്രനാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുകയാണ്, 50 വർഷത്തിൽ പുറത്തു നിൽക്കുന്ന എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നല്ല പാട്ട് കുട്ടനും റസൂൽ പൂക്കുട്ടിയും തന്നു എന്നാണ്. എനിക്ക് അതിനേക്കാൾ വലിയൊരു അപ്രിസിയേഷൻ ഇല്ല, അതിനേക്കാൾ വലിയൊരു അവാർഡില്ല. ഞാൻ കേട്ട് വളർന്ന ശബ്ദമാണ് പി ജയചന്ദ്രൻ്റേത്. തീർച്ചയായിട്ടും ഇന്നും അതുപോലെ ഇത്രയും യുവത്വമുള്ളൊരു ശബ്ദം മലയാള സിനിമയിൽ നല്ല ഇന്ത്യൻ സിനിമയിൽ ഇല്ല. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ ജീവിതയാത്രയിലെ ഏറ്റവും നല്ല പാട്ടാണ് പെയ്നീർ പോലെ എന്ന്. അതിന്ന് നമ്പർ 1 ചാർട്ടിലാണ്. അതെ. ഞാൻ സന്തുഷ്ടനാണ്. തീർച്ചയായിട്ടും ഈ ഓസ്കാർ വാങ്ങിയതിനു ശേഷം റസൂൽ പൂക്കുട്ടി എന്ന ആളെ ഇരു കൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു, സിനിമാക്കാർ സ്വീകരിച്ചു അല്ലെ? അതിപ്പോഴും സിനിമാക്കാരുടെ ഉള്ളിൽ തുടരുന്നുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് കിട്ടുന്ന സ്നേഹം, എനിക്ക് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എത്രയോ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഞാൻ അറിയാത്ത ആളുകൾ, ഞാൻ പേര് പോലും കേട്ടില്ലാത്ത ആളുകൾ, എത്രയോ ആളുകൾ. ഇതിലപ്പുറം ഒരു ടെക്നീഷ്യൻ ഇന്ത്യൻ സിനിമ നല്ല ലോക സിനിമയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, തുടർന്നും കിട്ടുന്നുണ്ട്. എല്ലാവരും ഇന്നും എനിക്ക് ഇന്ന് രാവിലെയും സായികുമാർ എന്നോട് വിളിച്ച് സംസാരിക്കേണ്ടത്. ഞാൻ സായികുമാറിനൊരു ചെറിയൊരു ദോഷം ചെയ്തു. അത് ഞാൻ ഇന്ന് ഈ നാഷണൽ ടെലിവിഷനിലൂടെ ഞാൻ അദ്ദേഹത്തിനോട് മാപ്പ് പറയുകയാണ്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം എൻ്റെ സിനിമയിൽ ഉപയോഗിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ച് സംസാരിച്ചു, ഡേറ്റൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. മറ്റു പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. പിന്നെ എൻ്റെ തിരക്കുകൾ കൊണ്ട് അദ്ദേഹത്തിനോട് പറയാനും ഞാൻ വിട്ടുപോയി. അതൊരു വലിയ പോരായ്മ, എൻ്റെ കയ്യിൽ നിന്ന് വലിയ തെറ്റായിപ്പോയി. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ കല, അല്ലെങ്കിൽ അദ്ദേഹം എന്ന കലാകാരൻ്റെ അദ്ദേഹം ഇതുവരെ നടത്തിയിട്ടുള്ളൊരു കലാജീവിതം നമുക്ക് തന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, അതിനെ ഒരിക്കലും ഞാൻ നിരാകരിക്കുന്ന സംഭവമല്ല. ഞാൻ എൻ്റെ തിരക്കുകളും എൻ്റെ ഉറക്കമില്ലായ്മയും കൊണ്ട് വിട്ടുപോയതാണ്. ഞാൻ ഇന്ന് വിളിച്ച് അതിന് മാപ്പ് ചോദിച്ചു അദ്ദേഹത്തിനോട്. പത്രദ്വാര നിങ്ങൾ വഴി ഞാൻ ഇനിയും അത് മാപ്പ് ചോദിക്കുന്നു. കാര്യം അങ്ങനെ ഒരു ഒമിഷൻ എൻ്റെ കയ്യിൽ നിന്ന് വന്നുപോയി. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. എനിക്ക് എൻ്റെ കൂടെയുള്ള ആളുകളെ വേദനിപ്പിക്കുക, അതുവഴി കുറച്ച് എന്തെങ്കിലും ലാഭമുണ്ടാക്കുക, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് അവരവരുടെ ജീവിത മൂല്യം കൈക്കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞു. അപ്പം
ആ ഒരു മൂല്യമാണ് ഒരുപക്ഷെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെ പോകുന്നത്, നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നത്. ഈ പാട്ട് പറഞ്ഞതുപോലെയാണ്. അതെ അല്ലേ? അതുകൊണ്ട് സായികുമാർജി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ മയ മനസ്സിന് ഒത്തിരി നന്ദി. സായി ചേട്ടനും ഇത് പറയുന്നതാണ് എന്റെ പ്രതീക്ഷ. സ്വന്തം കൂടപ്പിറപ്പിനെ ഈ സിനിമയിൽ അഭിനയിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് അവനോട് ഞാൻ വൈരാഗ്യം തീർത്ത പോലെയൊക്കെ എനിക്ക് തോന്നിയിരിക്കുന്നു. അവൻ എന്നെ ചെറുപ്പത്തില് വനത്തിൽ കൊണ്ട് കുനിച്ചു ഇടിച്ചിട്ടുണ്ട്. ആ കഥ എങ്ങനെയാ? അത് ഇവരെന്നെ, ഞങ്ങൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസമുണ്ട്, 1.5 വയസ്സിന്റെ പ്രായ വ്യത്യാസമുള്ളൂ. അപ്പൊ ഞാൻ ഏറ്റവും ഇളയ ആള് വീട്ടിലെ 10ാമത്തെ പുത്രനാണ്. അപ്പൊ എനിക്ക് ഉമ്മ ചില പ്രത്യേക പരിഗണനയൊക്കെ തരും. ഇളയെന്ന് മാത്രം, എനിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉമ്മ ചിലപ്പോൾ എനിക്കൊരു ഗ്ലാസ് പാല് ചിലപ്പോൾ തരും, ചിലപ്പോൾ ഒരു മുട്ട പുഴുങ്ങി തരും. അപ്പൊ ഇതിൽ ഇവന് ചില നീരസമൊക്കെ ഉണ്ട്. ഇവൻ എന്നെ കൊണ്ടുപോയി നമ്മുടെ പശുവിനെ തീറ്റാനൊക്കെ പോകുമ്പോഴും ഇവനെ വനത്തിൽ കൊണ്ടുപോയിട്ട് ഇവന്റെ ശബ്ദമൊക്കെ മാറ്റും. എടാ ബിജു, ഞാൻ കൊച്ചുവനല്ലടാ, ഞാൻ പ്രേതവാടാ എന്നൊക്കെ പറയും. ഇവൻ എന്നെ പേടിപ്പിക്കും, എന്നിട്ട് എന്നെ ഇടിക്കും. അപ്പൊ അന്നേ ഉള്ള എൻ്റെ അതിനുള്ള പ്രതികാരം അന്ന് മനസ്സിലെഴുതിയിട്ടിരുന്നു. അവനെ ക്യാമറയുടെ മുന്നിലിട്ട് ഞാൻ മുന്നിൽ നിർത്തി ഞാൻ പൊരിച്ചു. അന്ന് ഇയാൾ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ വൈകുന്നേരം മെസ്സേജ് ഇട്ടെന്നറിയോ, ഇന്ന് നെയ്യെടുപ്പുണ്ടായിരുന്നു. രാവിലെ 9 മണിക്ക് തുടങ്ങിയ നെയ്യെടുപ്പ് രാത്രി 9 മണി വരെ പോയി. സംവിധായകന്റെ മുഖത്ത് ചിരി കണ്ടില്ല. നെയ്യെടുപ്പ് നാളെയും തുടരും. ഫാമിലി ഗ്രൂപ്പിൽ ഇടുവാണ്. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതില്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ആ വൈരാഗ്യ ബുദ്ധിയിലൂടെ അവനെ ഞാൻ പലതരത്തിൽ വരട്ടി. ഇത് പുള്ളി, ഞാൻ ഒരു സംവിധായകനാണ്, നമ്മളൊരു ആവശ്യം പറഞ്ഞു, എടാ എനിക്ക് ഇങ്ങനത്തെ ഒരു ലുക്ക് വേണം, അതുകൊണ്ട് നീ മുടി വളർത്തണം, താടി വളർത്തണം. എന്നിട്ട് നമ്മുടെ സിനിമ തുടങ്ങുമ്പോൾ ഞാനൊരു ലുക്ക് ടെസ്റ്റ് നടത്തി ലുക്ക് എന്താണെന്ന് തീരുമാനിക്കാം. അപ്പം എനിക്ക് അവിടെ 10-30 വർഷം തമിഴ്നാട്ടിൽ താമസിച്ച ഒരു മലയാളി, കുറച്ച് തമിഴനായി മാറിയ ഒരു മലയാളി, അങ്ങനത്തെ ഒരു ലുക്കാണ് എനിക്ക് വേണ്ടിയിരുന്നത്. പിന്നെ അപ്പോൾ ഇയാള് മുടി വളർത്തത്തില്ല. ഒരു 3 ആഴ്ച മുടി വളർത്തിട്ട് എന്നും ഫാമിലി ഗ്രൂപ്പിൽ പല പ്രാന്തന്മാരായിട്ടൊക്കെ ഇയാൾ ഫോട്ടോ എടുത്തയക്കും. ഇങ്ങനെ കഴിഞ്ഞ് പല പോസ്റ്റിൽ ഫോട്ടോ എടുത്തിട്ട്. എന്നിട്ട് അങ്ങനെ ഞാൻ ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ ഇയാൾ മുടിയൊക്കെ വെട്ട് കുട്ടപ്പനായിട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, നീ എന്തിനാ മുടി വെട്ടിയത്? അതിപ്പോൾ സിനിമ തുടങ്ങുമ്പം ചെയ്താൽ പോരെ, 2-3 ആഴ്ചത്തേക്ക് അതല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാളെ പറഞ്ഞാൽ കേൾക്കത്തില്ല. കാരണം ഞാനല്ലേ പറയുന്നത്, എത്രയായാലും ബിജു അല്ലേ, വീട്ടിൽ നമുക്ക് കൊണ്ടുപോയി കുനിച്ച് ഇടിക്കാമല്ലോ. ഇത് ഒരുപാട് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് നമ്മുടെ അസിസ്റ്റന്റ് വിളിച്ചിട്ട് പറഞ്ഞ്, പുള്ളിക്ക് നമുക്ക് വേണ്ടുന്ന ലുക്ക് തരാൻ പറ്റുന്ന പുള്ളിയെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അസിസ്റ്റന്റ് ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി, എന്താണ് സംഭവം. അതിനുശേഷം ആൾ സീരിയസ് ആയി. അതിനുശേഷം പുള്ളി മുടി വളർന്നു. അപ്പൊ ഈ വെരട്ടിയെങ്കിലും സംഭവം നടക്കത്തുള്ള ഒരു അവസ്ഥ വന്നു. തുടക്കത്തില് ആള് ഇട്ട് തന്നു. പിന്നെ പുള്ളി അതുപോലെ മുടിയും താടിയൊക്കെ വളർത്തി കുറെ ആളിങ്ങനെ കാണാനായിട്ട്. നമ്മുടെ നാട്ടിലൊരു പ്രാന്തനുണ്ടായിരുന്നു, പിന്നെ നാരായണത്തെ പ്രാന്തനെ കണക്കൊരു പ്രാന്തനുണ്ടായിരുന്നു. പക്ഷെ ആ വേഷത്തിലൊക്കെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെയൊക്കെ ഇടും, പല ഫോട്ടോയും വീഡിയോ ഒക്കെ ഉണ്ടാക്കി ഇടും. അപ്പം മൂത്ത പെങ്ങൾ ചോദിക്കും, എടാ എന്തിനാണ് നീ ഇവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്, ഇവന് എൻ്റെ മനുഷ്യ ഗുണത്തിൽ നിന്ന് മാറിപ്പോകുന്നു ഒന്ന് ശരി. പിന്നെ കക്ഷി ഒരാഴ്ച മുമ്പ് ഞങ്ങൾ ചെന്നൈയിൽ കൊണ്ടുവന്നു. നമുക്ക് അനുസൃതമായിട്ട് ഇവിടെ നിൽക്കുന്ന ഇറങ്ങി നിൽക്കുന്ന കർത്താവ്, പിരിയുള്ള മീശ, കുറി, ആ കേരളത്തിൽ ഇത് വിട്ടാലും കുറിയും അപ്പൊ അകത്ത് മാറ്റിയ എണ്ണയിട്ട മലയാളിയാണല്ലോ, കുളിച്ചിട്ട് വെളിച്ചെണ്ണ തരട്ടുന്ന മലയാളിയാണല്ലോ, അങ്ങനത്തെ മലയാളി. അങ്ങനെ മാറ്റിയ ഒരു മലയാളി, തമിഴനായി മാറിയ മലയാളി ആക്കി ഇദ്ദേഹത്തിന് മാറ്റിയെടുത്തു. അപ്പൊ അത് ലുക്ക് കണ്ടപ്പോ കക്ഷിക്ക് സമാധാനമായി. എല്ലാവരും പറഞ്ഞു. പക്ഷേ സിനിമ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇത് വേറെ സംഭവം കേട്ടോ. ഞാനൊരു ദിവസം ഇങ്ങനെ സെറ്റിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറെ പെണ്ണുങ്ങളുമായിട്ട്, ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ അവിടെ, തമിഴ് ജൂനിയർ ആർട്ടിസ്റ്റ്, അവരായിട്ട് പുള്ളി ഫോട്ടോ എടുക്കുന്നു, പല പോസ്റ്റിൽ ഫോട്ടോ എടുക്കുന്നു. അപ്പൊ ഞാൻ നമ്മുടെ അസിസ്റ്റന്റ് ഉദയനെ വിളിച്ചു, ഉദയ അവിടെ എന്താ നടക്കുന്നത്, നടന്നു. അതല്ല സാറേ, ആ പെൺകുട്ടികൾ കരുതുന്നു പുള്ളി ഇവിടെ ഏതോ തമിഴ് സിനിമയിലെ ഏതോ വലിയ ആക്ടറാണ്. എന്നിട്ട് അവര് പറഞ്ഞു ഇത്രേ, നിന്റെ ഫിലിമിൽ നിങ്ങൾ വില്ലനായിരുന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഏതോ വലിയ സിനിമ, തമിഴ് സിനിമ വലിയ വില്ലനാണ് എന്ന ലൈനിൽ. കാരണം കക്ഷി മുണ്ടൊക്കെ കൊടുത്ത് കളം നിക്കറൊക്കെ ഇട്ട് ഇവിടെ കൊടുത്തേക്കും ഒരു വില്ലൻ സ്റ്റൈല്. പറഞ്ഞു. എന്തായാലും എനിക്ക് ഈ കഥ കേട്ടപ്പോ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് തോന്നുന്നു വെച്ചാൽ, നിങ്ങളുടെ ആത്മബന്ധം ഉണ്ടല്ലോ, അന്ന് മനസ്സിൽ തോന്നിയ സാധനം അഭിനയിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം അഭിനയിക്കുമായിരുന്നു. കക്ഷി ഞാനും പുള്ളിക്കാരനോട് ഒരുപാട് മിമിക്രി ഒക്കെ ചെയ്തിട്ടുണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത്. പുള്ളിയാണെന്ന് ലീഡർ, ഞാൻ
അനുജനാണല്ലോ. പക്ഷെ ഞാൻ അന്ന് സാംബശിവനെ പറ്റി നന്നായി അനുകരിക്കും. അങ്ങനെ കക്ഷിക്ക് ചെയ്യാൻ പറ്റാത്തതായ കുറെ കാര്യങ്ങൾ. ഞങ്ങളൊരു ടീമായിട്ടാണ് പോകുന്നത്. അന്ന് ജീവിക്കാൻ പൈസ ഇല്ലാതിപ്പോൾ ചെയ്ത കാര്യങ്ങൾ അതൊക്കെ കോളേജ് പഠിക്കുന്ന സമയമല്ലേ, ബുദ്ധിമുട്ട്. അപ്പം അന്ന് പോയിട്ട് അപ്പം എനിക്കറിയാം കക്ഷിയുടെ മാത്രമല്ല അടുത്തിടയിൽ കക്ഷി കുറെ പിന്നെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ച് കുറെ ബെസ്റ്റ് ആക്ടറിന്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് പുള്ളി നമ്മുടെ മുന്നിൽ ക്യാമറ മുന്നിൽ എത്തുന്നത്. അതൊക്കെ ഒന്ന് തട്ടിക്കളയേണ്ട ആവശ്യം വന്നു. അതിനെ കക്ഷി പറയുന്നത് ഞാൻ ചപ്പാത്തി പുരട്ടി, ചപ്പാത്തി ഉണ്ടാക്കി, എണ്ണ കടഞ്ഞെടുത്ത് എന്തൊരു കൗണ്ടർ ഉണ്ട് പുള്ളിക്ക് അല്ലേ? നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധങ്ങൾ അതാണല്ലോ കൗണ്ടറുള്ള. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെങ്ങളുടെ അടുത്തേക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പെങ്ങള് കഴിച്ച ഡയലോഗാണ് എനിക്ക് എന്റെ മനസ്സിലേക്ക്. അപ്പൊ മൂത്ത പെങ്ങളെ നമ്മൾ ഉമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്. അപ്പൊ മൂത്ത പെങ്ങൾ എടാ എന്തിനാ നീ അവന്റെ പ്രാന്തന്മാരെ കണക്ക് നടക്കും, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ, ഒന്നുകിൽ നീ നിന്റെ സിനിമ തുടങ്ങൂ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് അപ്പൊ അതിനൊക്കെയാണല്ലേ സിനിമ. നമ്മളങ്ങനെ തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുമ്പോഴാണ് പെങ്ങളുടെ ഉപദേശമൊക്കെ അല്ലേ ഈ പുള്ളി ഇട്ട് കൊടുക്കുന്ന ഫോട്ടോയില്. ഈ സിനിമയിലേക്ക് ഒന്നും കൂടെ എത്തിക്കുമ്പോൾ ഈ സിനിമയുടെ നമുക്ക് ക്ലൈമാക്സിലേക്ക് ഒന്നും എനിക്ക് പോകാൻ പറ്റില്ല, സിനിമ കാണാത്തവരുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ആഴത്തിൽ തട്ടിയ സീനുകളിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ആ സീൻ ഞാൻ പറയുന്നില്ല, എനിക്ക് പേഴ്സണലി എനിക്ക് ആഴത്തിൽ തട്ടിയ സീനിലാണ്. നമ്മള് എന്നും സ്നേഹിക്കുന്നത് നമ്മുടെ പേരൻസിനെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ താങ്കളുടെ മനസ്സിൽ അത് തോന്നുമ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തത്? ഈ സിനിമ എഴുതി തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ ഈ ഹരിഹരൻ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം കൊണ്ടു തന്നു. എൻ്റെ ഈ പറഞ്ഞ ബൈജു പൂക്കുറ്റിയുടെ സുഹൃത്താണ് ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് ഇനി പരിചയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം, ഈ പുസ്തകത്തിലൊരു സിനിമയുണ്ടോ, സിനിമ ചെയ്യാൻ, ഈ പുസ്തകം വെച്ച് സിനിമ ചെയ്യാൻ പറ്റുമോ എന്നാണ് കക്ഷി ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലിറ്ററൽ ആൻഡ് സിനിമാറ്റിക്. ലിറ്ററേച്ചറിൽ സിനിമയിലേക്ക് ഒരു മൂവ്മെന്റ് വേണം, ഒരു യാത്രയുണ്ട്, അതാണ് സിനിമ. അപ്പോൾ ഈ പുസ്തകത്തിന് പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമ ഇതിലുണ്ടോ, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടോ എന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. ആ അന്വേഷണം എന്നെ എത്തിക്കുന്ന രാജു എന്ന കഥാപാത്രത്തിലേക്കാണ്. കാര്യം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് അടിത്തറ പാകിയ ആൾ രാജുവാണ്. ഇയാൾ ഇന്ന് ഇത്രയും വലിയ സക്സസ്ഫുൾ ആളായി മാറിയതിന് കാരണം രാജുവാണ്. പുള്ളി അത് അക്നോളജ് ചെയ്താലും ഇല്ലെങ്കിലും, പക്ഷേ അത് അക്നോളജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഈ സിനിമ വഴി നിങ്ങൾക്ക് രാജുവിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഈ സിനിമ ചെയ്യുമെന്ന് ചോദിച്ചു. ഹി ജംപ്ഡ് ഔട്ട് ഓഫ് ദ ചെയർ. ഹി സെഡ് യെസ് ഓഫ് കോഴ്സ്. ഹരിഹരൻ്റെ ജീവിതത്തിന് അടിത്തറ പാകിയ സുഹൃത്തായ രാജുവിനെ കണ്ടെത്താനായിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന് എഴുതിയ അൺറിട്ടൺ ലെറ്റർ ആണ് ഒറ്റ. ഒരു മകൻ അച്ഛൻ എഴുതിയ അൺറിട്ടൺ ലെറ്ററാണ് ഒറ്റ. അപ്പ മരിച്ചു എന്ന് വാർത്ത കിട്ടിയപ്പോൾ മകൻ ആദ്യമായിട്ട് അമ്മയോട് ചോദിക്കുന്നത് അപ്പ എന്നെപ്പറ്റി എന്തു പറഞ്ഞു എന്ന്. അപ്പ ചിന്തിക്കുന്നതിന് അപ്പുറം മകൻ പോയി എങ്കിലും ജീവിത വിജയം കണ്ടു എങ്കിലും അപ്പോഴും ഹരിക്ക് വേണ്ടത് അപ്പയുടെ അപ്രീസിയേഷൻ മാത്രമാണ്. അപ്പ ഹാസ് ടു വെറാസ് വെരിഫൈ ഹിം. അതാണ് ചോദിക്കുന്നത്. അതേ ഡയലോഗ് തന്നെയാണ് ഞാൻ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ക്ലൈമാക്സ് ഡയലോഗ് അതാണ്. അതെ, ആരാഗ്രഹിക്കാത്തതാണത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സാധനമാണ് ഈ സിനിമയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ യുവാക്കളായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം എതിർക്കുന്നത് നമ്മുടെ പേരൻസിനെയാണ്. തീർച്ചയായിട്ടും. അമ്മയ്ക്കൊന്നും അറിയത്തില്ല, അച്ഛനൊന്നും മനസ്സിലാകത്തില്ല, അമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ള പേരൻസ് മനസ്സിലാക്കാത്തൊരു കാര്യം, നമ്മുടെ കുട്ടികൾക്ക് എതിർത്ത് പറയുവാനും ഏറ്റവും അധികം സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുവാനും ഇടപഴകുവാനും വഴക്കിടാനും അവർക്ക് നാം മാത്രമേ ഉള്ളൂ. അത് കണ്ടിട്ട് അവൻ താന്തോന്നിയാണ് എന്ന് പറയുന്ന രക്ഷിതാക്കൾ അത് രക്ഷിതാവായിട്ടല്ല അങ്ങനെ പറയുന്നത്. അപ്പം രക്ഷകർത്തൃത്വം എന്ന് പറയുന്നത് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവൻ താന്തോന്നിയല്ല, അവന് സ്വാതന്ത്ര്യമെടുക്കാൻ വീട് മാത്രമേ ഉള്ളൂ. ആ അന്തരീക്ഷം നമ്മൾ വീടിൽ ഉണ്ടാക്കുന്നുണ്ടോ? യഥാർത്ഥ പേരൻറ്റിങ് അതാണ്. ആരോ സിനിമയെ പറ്റി പറഞ്ഞു ടോക്സിക് പേരൻറ്റിങ്ങിനെ പറ്റിയിട്ടാണ് സിനിമയെന്ന്. ഞാൻ പറഞ്ഞ പേരൻറ്റിങ് ടോക്സിക് ആകാം. കാര്യം നമ്മൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം. അത് നമ്മളെ കുഞ്ഞുങ്ങളെ കരുവാക്കരുത്. അതാണ് ബെന്നിൻ്റെ പേരൻറ്റ് ചെയ്തത്, അമ്മ ചെയ്യുന്നത്. ഹരിയുടെ അച്ഛൻ അഭിമാനക്ഷതമാണ് മകൻ പുറത്തുപോയി കളിച്ചു എന്നുള്ളത്. ഹരിയുടെ ജീവിതത്തിൽ ഞാൻ സിനിമയിൽ കൊണ്ടുവരാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഹരി പുഴയിൽ പോയി മീൻ പിടിച്ചു എന്ന് പറഞ്ഞ അച്ഛൻ ഹരിയെ തളത്തിൽ കെട്ടിയിട്ടു. തളം എന്ന് പറയുമ്പോൾ പിന്നെ പശുക്കളുടെ കൂടെ കെട്ടിയിട്ടു.
ആ 2 മണിക്കൂർ അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത 2 വർഷമാണെന്ന് പറഞ്ഞു. ഞാൻ അത്രയും ടോക്സിസിറ്റിയിലേക്ക് സിനിമ കൊണ്ടുപോയിട്ടില്ല, പക്ഷെ എങ്കിലും ഉണ്ട്. നമ്മൾ അറിയാതെ ചെയ്തു വന്ന കാര്യങ്ങളായത്. നമ്മുടെ മക്കൾ നമ്മളെക്കാൾ മെച്ചപ്പെടണം എന്ന ഒരു രക്ഷിതാവിൻ്റെ ഉള്ളിൽ അടങ്ങാത്ത ആവേശമാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകാറുണ്ട്. നമുക്ക് കിട്ടാത്തതൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. ഞാൻ യഥാർത്ഥ പേരൻറ്റിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞത്, മക്കൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മക്കൾക്ക് ലക്ഷറി വേണമെങ്കിൽ അത് നിങ്ങൾ തന്നെ പോയി ഉണ്ടാക്കണം. ഈ ഒരു സ്റ്റാൻഡ് മാത്രം നമ്മൾ എടുത്താൽ മതി. വലിയ മെസ്സേജാണ്. അപ്പം നമ്മളെ ആരാണ് വാർത്തെടുക്കുന്നത്? നമ്മുടെ സ്വത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ മക്കൾ. അവർക്ക് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ഈ സിനിമ പറയുന്ന ഉത്തരം എന്താണ്? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട്, അപ്പ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നുവെങ്കിൽ, എനിക്കൊരു മുത്തം തന്നിരുന്നുവെങ്കിൽ. മക്കളെ ആശ്ലേഷിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? ഒരു ഘട്ടം കഴിഞ്ഞാൽ, 8 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ മക്കളെ ആശ്ലേഷിച്ചിട്ടുണ്ടോ? ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? ഉമ്മ കൊടുത്തിട്ടുണ്ടോ? അവൻ എവിടെ പോയി എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ അവൻ വേറെ എങ്ങും പോയില്ല. നിങ്ങൾ എന്തുകൊണ്ട് കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവർക്ക് വീട്ടിൽ കിട്ടാത്തത് പുറത്ത് കിട്ടുമ്പോഴല്ലേ അവർ വഴിതെറ്റുന്നത്. വഴിതെറ്റി എന്ന് നമ്മൾ പറയുന്നത്. അവരെ യഥാർത്ഥ ദിശയിലേക്ക് കൊണ്ടുവരുന്ന ചുമതല മകൾക്കില്ലേ? അടച്ചുപൂട്ടി വളർത്തുന്നത് ഒരു സ്വാതന്ത്ര്യം കിട്ടുമല്ലോ പിന്നീട് തുറന്നു വിടുമ്പോൾ കുട്ടികൾക്ക്. അങ്ങനെ ഒരു സംഭവം ഇല്ലേ? നമ്മുടെ കോളേജിൽ പഠിക്കുമ്പോഴേ, നമ്മുടെ കോളേജ് തുടങ്ങുന്നത് പ്രീ ഡിഗ്രി. ഞാൻ എന്തുകൊണ്ടാണ് പ്രീ ഡിഗ്രി സമരം നടന്ന കാലഘട്ടം ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് പ്രീ ഡിഗ്രി സമരം അനുകൂലമായി നിന്ന ഞാൻ മാനസികമായിട്ട് അനുകൂലമായി നിന്നത്? അതെ, അതായത് പ്രീ ഡിഗ്രി കോളേജിൽ നിന്ന് മാറ്റരുത് എന്നാണ് എന്നും എൻ്റെ അഭിപ്രായം. കാര്യം പ്രീ കോളേജ്, ഒരു കുട്ടി 5 വയസ്സുള്ള കുട്ടി അവൻ്റെ ചുമരിൽ ചുമക്കുന്ന ഭാരം എത്രയും നിങ്ങൾക്കറിയോ? പുസ്തകങ്ങളുടെ പേരിൽ, പുസ്തകം, വാട്ടർ ബോട്ടിൽ, അത് പെൻസില്, പേന, ബോക്സ്, ഉച്ചക്കുള്ള ആഹാരം, ഇതെല്ലാം ഒരു കുട്ടി ചുമക്കുന്ന ഭാരം എത്ര നിങ്ങൾക്കറിയോ ഒരു ദിവസം? ശരിയാണ്. അവൻ LKG മുതൽ 12ാം ക്ലാസ് വരെ ഇപ്പോൾ ചുമന്നുകൊണ്ടിരിക്കുക പാവപ്പെട്ട. അവനിതൊന്ന് ഊരി വെക്കണ്ടേ എവിടെങ്കിലും? നമുക്ക് അടുക്കട്ടിയ പുസ്തകങ്ങളും കൊണ്ട് നമ്മൾ സ്കൂളിൽ പോയിട്ടുള്ളത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാത്തിനും കൂടെ ഒരു നോട്ട്ബുക്കാണ്. നമ്മൾ കുത്തിക്കെട്ട് ബുക്ക് എന്ന് പറയും. നമ്മൾ പുതിയ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷത്തെ ഉപയോഗിക്കാത്ത പേപ്പറുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ ഒരു ബുക്ക് കുത്തിക്കെട്ടും. എന്നിട്ട് കണക്കെന്ന് പേരിടും. ആ ബുക്കിന് പേര് കൊടുക്കുന്ന കണക്ക് ബുക്കെന്നാണ്. ഈ ഒരൊറ്റ ബുക്ക് കൊണ്ട് നമ്മൾ പോകുന്നത്. ഒറ്റ ബുക്കും അത്യാവശ്യമുള്ള പുസ്തകങ്ങളും. അന്ന് പുസ്തകങ്ങളില്ല. ഇപ്പം നമ്മൾ 8ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പോയ ആളുകളുടെ വീട്ടിൽ പോയി പുസ്തകങ്ങൾ വാങ്ങിയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളത്. എനിക്ക് സഹോദരങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് അവരുടെ നിന്ന് കുറേ പുസ്തകങ്ങൾ കിട്ടി. ഭൂരിപക്ഷം വരുന്ന ആളുകൾ അങ്ങനെ, എൻ്റെ ഒരു ജനറേഷൻ അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് ഊരി വെച്ചിട്ട് പുസ്തകങ്ങളില്ലാതെ പഠിക്കാൻ പോകാം എന്നാണ് പ്രീ ഡിഗ്രി ഞങ്ങളെ പഠിപ്പിച്ചത്.